പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയന്നവരെ, മൺമറിഞ്ഞു പോയ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 പാപ്പ എഴുതിയ ആദ്യത്തെ ചാക്രിക ലേഖനമാണ് ദേവുസ് കാരിത്താസ് എസ്റ്റ്. ദൈവം സ്നേഹമാണ്. 2005 ക്രിസ്മസ് ദിനത്തിലാണ് ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ സ്നേഹത്തെക്കുറിച്ച് നിരവധി നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് സ്നേഹമെന്ന പദം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള പദങ്ങളിലൊന്നായി മാറിയിരിക്കുന്നെന്ന് പാപ്പ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്നേഹമെന്ന വാക്കിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു പദമാക്കി മാറ്റിയിരിക്കുന്നെന്നുകൂടി പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട് ദേവുസ് കാരിത്താസ് എസ്റ്റ് എന്ന ഈ ചാക്രിക ലേഖനത്തിൽ. ഈ ചാക്രിക ലേഖനത്തിൽ ബെനഡിക്ട് പാപ്പ ഗ്രീക്ക് തത്വചിന്തയിലെ ഈറോസ്, അഗാപ്പെ, ഫീലിയ എന്നീ ആശയങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനങ്ങളുമായി ഇവയുടെ ബന്ധത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. ഈറോസ്, അഗാപ്പെ എന്നിവ സ്നേഹത്തെക്കുറിച്ചുള്ള വിവിധ ഗ്രീക്ക് പദങ്ങളാണ്. അവയിൽ ഓരോന്നിനും അല്പം വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമുണ്ട്. അഗാപ്പെ എന്നത് അവരോഹണമാണ്. ഒരാൾ സ്വയം മറ്റൊരാൾക്ക് നൽകുന്ന സ്നേഹമാണത്. ഈറോസ് ആരോഹണമാണ്. മറ്റൊരാളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുവാൻ ശ്രമിക്കുന്ന സ്നേഹമാണത് ഈറോസ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള പരസ്പര സ്നേഹമാണ് ഫീലിയ. ദൈവത്തിൻ്റെ സ്നേഹം അത് അഗാപ്പയാണ്. പരിപൂർണമായിട്ട് നൽകുന്ന സ്നേഹമാണ്, സ്വയം നൽകുന്ന ഒന്നാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യേശുവിൻ്റെ കാൽവരി മലയിലെ യാഗാർപ്പണം. അഗാപ്പെ എന്ന് പറയാം. നമ്മോടുള്ള വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണത്. ഇന്നത്തെ തിരുവചനങ്ങൾ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷവും വളരെ പ്രത്യേകമായിട്ട് രണ്ടാമത്തെ വായനയും യോഹന്നാൻ 15:12 നമ്മൾ വായിക്കുന്നു, ഇതാണ് എൻ്റെ കൽപ്പന, നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കണം എന്നുള്ള യേശുവിൻ്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന ദിവസം ദൈവം നമുക്ക് നൽകുന്നത്. ഇത് തന്നെയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ നമ്മളെ വീണ്ടും വെളിപ്പെടുത്തുന്നത്. 1 യോഹന്നാൻ 4:8 നമ്മൾ വായിക്കുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈശോയിൽ വസിക്കുന്നവർക്ക് സ്നേഹിക്കാതിരിക്കുവാനായിട്ട് സാധിക്കില്ല. സ്നേഹിക്കാത്തവർ ഈശോയിൽ വസിക്കുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യരുടെ അടയാളമാണ് സ്നേഹം. ക്രിസ്തു ശിഷ്യരുടെ മുഖമുദ്രയാണ് സ്നേഹം. നമ്മുടെ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഗുണമേന്മ കണക്കാക്കേണ്ടത് നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുവാൻ സാധിക്കുന്നുവെന്ന് പരിശോധിച്ചുകൊണ്ടായിരിക്കണം. അതിനാൽ തന്നെ ഓരോ ക്രിസ്ത്യാനിയും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പഠിക്കണം. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും ഇത് പ്രതിഫലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായിട്ട് മാറുകയില്ല. അതിനടിസ്ഥാന കാരണം മറ്റൊന്നുമല്ല, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമായതുകൊണ്ട് മാത്രം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് പഠിക്കണം. പ്രിയപ്പെട്ട വിശുദ്ധ ബൈബിളിൻ്റെ സംഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് സ്നേഹമാണ്. ഇറ്റ്സ് അബൌട്ട് ലവ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ് ആൻഡ് ലവ് ഓൺലി. അതായത് സ്നേഹത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ നമ്മളോട് സംസാരിക്കുന്നത്. വേണമെങ്കിൽ പറയാം സ്നേഹത്തിൻ്റെ 4 തലങ്ങളെക്കുറിച്ച്. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക. സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ നിർവചനം നമുക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ കാണുവാൻ സാധിക്കും. 1 കൊറിന്തോസ് 13-ാം അധ്യായത്തിൽ 1 മുതൽ 2 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നു. ഞാൻ ദൈവദൂതന്മാരുടെയും മനുഷ്യരുടെ ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുങ്ങുന്ന ചേങ്ങലയോ ചിലുമുന്ന കൈത്താളമയാണ്. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഗ്രഹിക്കുവാൻ തക്കവിധ വിശ്വാസവും എന്നിലുണ്ടെങ്കിൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുന്നു. എന്താണ് സ്നേഹമെന്ന്, സ്നേഹം എന്ത് ചെയ്യുന്നു, സ്നേഹം എന്ത് ചെയ്യുന്നില്ല എന്നും. എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ സ്നേഹം ദീർഘക്ഷമയും ദയമുള്ളതാണ്. സ്നേഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല.
സ്നേഹം എന്ത് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ സ്നേഹം അനുചിതമായിട്ട് പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതായത് സ്വാർത്ഥമില്ലാത്ത ഒന്നാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം എന്നുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, 1 കൊറിന്തോസ് 13:13 വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഓർക്കാം, സ്നേഹത്തിൽ ത്യാഗത്തിൻ്റെ ഒരു അംശം കാണുവാനായിട്ട് സാധിക്കും, സഹനത്തിൻ്റെ ഒരു അംശം കാണുവാനായിട്ട് സാധിക്കും. കാരണം യഥാർത്ഥ സ്നേഹം അത് അഗാപ്പയാണ്, നിസ്വാർത്ഥമായ സ്നേഹമാണ്, സ്വയം നൽകുന്നതാണത്. അത് സ്വയം മുറിച്ച് നൽകുന്നതാണ് സ്നേഹം. കർത്താവിൻ്റെ കുരിശും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഉദാഹരണമായിട്ടുള്ള യേശുവിൻ്റെ മുറിപ്പാടുകൾ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ വ്യക്തമായ അടയാളമാണ്. സ്നേഹിക്കുന്നവർക്ക് മാത്രം എങ്ങനെ മുറിച്ച് നൽകുവാനും സഹനങ്ങൾ ഏറ്റെടുക്കുവാനും ത്യാഗം ചെയ്യുവാനുമൊക്കെ ആയിട്ട് പറ്റുക. കാരണം യഥാർത്ഥ സ്നേഹം ഇതെല്ലാം ആവശ്യപ്പെടുന്നു. ഇന്ന് പലരും ഐ ലവ് യു എന്ന് പരസ്പരം പറയും. പറയാൻ ഇഷ്ടമാണ്, പറയുവാൻ എളുപ്പമാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ ഐ ലവ് യു എന്നുള്ള ഇമോജികൾ പരസ്പരം അയക്കാറുണ്ട്, സ്നേഹത്തിൻ്റെ ഇമോജികൾ. എന്നാൽ യഥാർത്ഥത്തിൽ ചില ജീവിത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഈ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ചില സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? മുറിക്കപ്പെടുവാനും മുറിച്ച് നൽകുവാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? അവിടെയെല്ലാം നമ്മൾ തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിച്ച നമ്മൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായിട്ട് മാറില്ല, മറിച്ച് വെറും കപടം നിറഞ്ഞ വ്യക്തികളായിട്ട് മാത്രമേ നമ്മൾ മാറുള്ളൂ. അതായത് യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കപട നിയമജ്ഞരെ പോലെയും ഫരിസരെ പോലെ തന്നെ നമ്മളുമായി മാറും. കാരണം സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മുറിക്കപ്പെടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ്. ക്രിസ്തു തിരിച്ചറിയപ്പെടുന്നതും അവൻ്റെ മുറിവുകളിലൂടെയാണ്. ഉയർപ്പിന് ശേഷം താൻ ക്രിസ്തുവാണെന്ന് ശിഷ്യന്മാർ അവനെ തിരിച്ചറിയുന്നതും അവർക്ക് ബോധ്യപ്പെടുന്നതും അവൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുത്തിട്ടാണ്. അതിനാൽ തന്നെയാണ് ഈശോ ഇന്നത്തെ വചനത്തിലൂടെ ഇങ്ങനെ പറയുന്നത്, യോഹന്നാൻ 15:13 സ്നേഹിതർക്ക് വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച നിരവധി വ്യക്തികളെ നമുക്ക് വിശുദ്ധ ബൈബിളിലും അതുപോലെ തന്നെ പുറത്തും കാണുവാൻ സാധിക്കും. നിരവധി വിശുദ്ധന്മാരും വിശുദ്ധകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിരവധി നല്ല മനുഷ്യരെ നമ്മൾ പ്രളയത്തിൻ്റെ സമയത്തും കോവിഡിൻ്റെ സമയത്തും കാണുകയുണ്ടായി. സഹോദരന് വേണ്ടി നിരവധി യാതനകൾ, ത്യാഗങ്ങൾ അനുഭവിച്ചവർ, സ്വയം മുറിച്ച് നൽകിയവർ. എത്രയധികം ത്യാഗങ്ങളോ സഹനങ്ങളോ മുറിച്ച് നൽകുവാനൊന്നും തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. നമ്മൾ ഇന്നത്തെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കേണ്ടത് നമ്മൾ എവിടെ നിലകൊള്ളുന്നെന്നാണ്. ആദിമ ക്രൈസ്തവ സഭയെ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞത് അവരുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടാണ്. ഇന്ന് നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ട് മറ്റുള്ളവർ തിരിച്ചറിയുന്നുണ്ടോ നമ്മൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാണോ എന്ന്? ഇന്ന് പല ദാമ്പത്യ ബന്ധങ്ങൾ തകരുവാനായിട്ടുള്ള കാരണവും ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളുടെ അഭാവമാണ്. കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളികൾ പരസ്പരം നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ, മാതാപിതാക്കൾ മക്കളെ അങ്ങനെ സ്നേഹിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കുമ്പോൾ സ്വർഗം ഈ ഭൂമിയിൽ തന്നെ സംജാതമാകും. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ചുകൊണ്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായിട്ട് മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വചനം നമ്മെ ദിവസം ഇതിനായിട്ട് ക്ഷണിക്കുകയാണ്, പരസ്പരം സ്നേഹിക്കുവാനായിട്ട്. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ.